നമസ്കാരം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചിട്ട് ഇന്നൊരു മാസം. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആദ്യ പ്രഖ്യാപനം വിജയകരം എന്ന് സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോഴും സർക്കാരിനെ കാത്തിരിക്കുന്നത് വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ്. പദ്ധതി പ്രഖ്യാപനത്തിൽ പ്രതീക്ഷിച്ചതിൽ നിന്നും 30 കോടി രൂപ പ്രതിമാസം അധികം നൽകേണ്ടി വരും എന്നാണ് സർക്കാരിന് മുന്നിലെ പ്രതിസന്ധിയായി എത്തിയിരിക്കുന്നത്. ഒരു മാസം കൊണ്ട് ഏകദേശം 95 കോടി രൂപയുടെ സൗജന്യ യാത്രയാണ് പൂർത്തിയായത്. 3 കോടി സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യുകയും ചെയ്തു. സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ആകട്ടെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടിയായിരിക്കുകയാണ്. ദിവസ ജോലിക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഭൂരിഭാഗം പേരും കാത്തിരിക്കുന്നത് പ്രിയദർശിനിക്കായാണ്. കാലുകുത്താൻ സ്ഥലമില്ലാതെയാണ് ഓരോ ബസിന്റെയും യാത്ര. നഗരപരിധി കഴിഞ്ഞാൽ തിരക്ക് കൂടും. ഇരിക്കാൻ സീറ്റില്ലെന്ന് ചില പുരുഷന്മാർ പരാതിയുണ്ട്. പക്ഷേ ഒരു മാസ കാലയളവിൽ കണ്ടത് സ്ത്രീകളുടെ ഇന്നേ വരെ ഇല്ലാത്ത സ്വതന്ത്ര പ്രഖ്യാപനമാണ്. ആദ്യ 100 ദിവസങ്ങൾ സർക്കാരിനും പഠനത്തിനുള്ള സമയമാണ്. കഴിഞ്ഞ 30 ദിവസങ്ങളിൽ ലാഭനഷ്ട കണക്കും നിർണായകമാണ്. യാത്ര തുടങ്ങിയതിന്റെ പിറ്റേന്ന് മെയ് 16-ന് യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 11,80,000 ആയിരുന്നു. 2,46,00,000 രൂപ ടിക്കറ്റ് വരുമാനത്തിലൂടെ KSRTCക്ക് നഷ്ടം. ഇനി കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കാകട്ടെ സ്ത്രീകളുടെ എണ്ണം 14,80,000, ടിക്കറ്റുകളുടെ മൂല്യം 3 കോടി രൂപ കവിഞ്ഞു. എന്തായാലും മിനിമം ചാർജിൽ യാത്ര ചെയ്യുന്നവർക്ക് 600 രൂപയും മറ്റുള്ളവർക്ക് അതിൽ കൂടുതലും മാസം ലാഭിക്കാനാകും. സിറ്റി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലേക്കും പദ്ധതി വ്യാപിപ്പിച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് ആനുകൂല്യമെത്തും. ഓർഡിനറി ബസ്സിൽ മാത്രമെങ്കിൽ സൗജന്യ യാത്ര അനുവദിച്ചാൽ 3 മാസത്തിനുള്ളിൽ 60 കോടിയോളം രൂപ KSRTCക്ക് നഷ്ടമുണ്ടാകുമെന്നാണ് സൗജന്യ യാത്ര തുടങ്ങുന്നതിന് മുൻപുള്ള കണക്ക്. എന്നാൽ ആദ്യ മാസം തന്നെ യാത്രക്കാരുടെ എണ്ണത്തിലെ വർധനവ് കണക്കുകൂട്ടലുകൾ തെറ്റിക്കും. ശമ്പള പെൻഷൻ ഇനത്തിൽ സർക്കാർ കോർപ്പറേഷൻ നൽകുന്ന 125 കോടിക്ക് പുറമെയാണ് ഈ കണക്ക് എന്നുകൂടെ മറന്നുപോകരുത്. എന്നാൽ ഇപ്പോഴും സർക്കാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അധിക തുക കോർപ്പറേഷന് ബാധ്യതയാകില്ല എന്നും ഗതാഗത മന്ത്രി CP ജോൺ കഴിഞ്ഞ 1.5 മാസക്കാലമായി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അതേസമയം പ്രിയദർശിനി പദ്ധതി വിജയിച്ചതോടെ ജീവിതം വഴിമുട്ടിയെന്ന് പറയുകയാണ് പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും. പ്രതിദിനം ശരാശരി 11 മുതൽ 12 ലക്ഷം സ്ത്രീകളെയാണ് KSRTCയിൽ സൗജന്യമായി യാത്ര ചെയ്യുന്നത്. 3,125 ഓർഡിനറി ബസ്സുകളാണ് സൗജന്യ യാത്രയ്ക്കായി സർവീസ് നടത്തുന്നത്. സ്ത്രീ യാത്രക്കാരിൽ 40% വരെ വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ് KSRTC വ്യക്തമാക്കുന്നത്. ധനസഹായം വൈകുന്ന സാഹചര്യത്തിൽ പൊതുമേഖലാ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുക്കാനുള്ള സാധ്യത KSRTC തേടിയിട്ടുണ്ട്. SBI കൺസോർഷ്യത്തിൽ നിന്നും 50 കോടി രൂപ പ്രതിമാസ ഓവർ ഡ്രാഫ്റ്റിംഗ് പരിധി ഉയർത്തിക്കിട്ടാത്ത സാഹചര്യത്തിൽ കൂടിയാണിത്. സൗജന്യ യാത്രയിൽ ദിവസം 3.5 കോടിയുടെ വരുമാന നഷ്ടമാണ് കണക്കാക്കുന്നത്. സ്വകാര്യ ബസ് വ്യവസായം വൻ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നതും. എന്തായാലും മുതലാളിമാരും തൊഴിലാളികളും ഒരുപോലെ ആശങ്കയിലാണ് ഇക്കാര്യത്തിൽ. മറ്റു ജോലിയെ പോലെ പണി കഴിഞ്ഞ് മുതലാളിയിൽ നിന്നും ശമ്പളം വാങ്ങുന്ന രീതിയല്ല ബസ്സുകളിലുള്ളത്. ബസ് ഓട്ടം അവസാനിപ്പിക്കുമ്പോൾ ഡീസലിന്റേതടക്കം മറ്റു ചെലവുകളും സ്വന്തം കൂലിയും കഴിഞ്ഞ് ബാക്കി പണം മുതലാളിക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇന്നത്തെ സ്ഥിതിയിൽ അങ്ങോട്ട് കൊടുക്കാൻ ഒന്നും ഇല്ലാതായെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ കൂലിയിൽ കുറവ് വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുതലാളി പണം കൊടുക്കുന്നതുമെന്നാണ് ബസ് ജീവനക്കാരുടെ വ്യക്തമാക്കുന്നത്. അതായത് ഇങ്ങനെ ദിവസവും 1,200 മുതൽ കൂലിയുള്ളവർ അത് 900, 800 എന്നിവ കുറച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള പരാതി. സംസ്ഥാനത്തെ പകുതിയോളം സ്വകാര്യ ബസ്സുകൾക്കും പ്രിയദർശിനി പദ്ധതി തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. യാത്രക്കാരുടെ വരുമാനത്തിന് പുറമെ ബസ്സുകളിൽ പരസ്യം പതിച്ചുകൊണ്ടുള്ള വരുമാനം നേടാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ബസ്സിനകത്തും പുറത്തും പരസ്യം പതിക്കാം. എന്നാൽ പരസ്യം കൊണ്ട് ക്ഷീണം നികത്താൻ കഴിയില്ല എന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ നിലപാട്.